കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലവും പുറത്തുവന്നു. 44 നിയമസഭാ മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഉത്തർപ്രദേശിലെ 9 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 6 ബി.ജെ.പി ജയിച്ചു. 2 മണ്ഡലങ്ങൾ സമാജ്വാദി പാർട്ടി നേടി. ഒരിടത്ത് രാഷ്ട്രീയ ലോക്ദളും ജയിച്ചു. പശ്ചിമബംഗാളിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സമ്പൂർണ്ണ ജയം നേടി. രാജസ്ഥാനിൽ 7 തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 6 ബി.ജെ.പിയും ഒരിടത്ത് കോൺഗ്രസും ജയിച്ചു. അസമിൽ 3 ബി.ജെ.പി ജയിച്ചപ്പോൾ 2 പ്രാദേശിക കക്ഷികൾ നേട്ടമുണ്ടാക്കി. പഞ്ചാബിൽ 3 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയും ഒരിടത്ത് കോൺഗ്രസും ജയിച്ചു. ബീഹാറിൽ 2 ബി.ജെ.പി, 1 ജെ.ഡി.യു, 1 ഹിന്ദുസ്ഥാൻ അവാം മോർച്ച സെക്കുലർ എന്നിങ്ങനെയാണ് ജയം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കർണാടകയിലെ 3 സീറ്റും കോൺഗ്രസിനാണ്. ബി.ജെ.പിയുടെയും ജെ.ഡി.എസിന്റെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്താണ് കോൺഗ്രസ് മുന്നേറ്റം. ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും ബി.ജെ.പി നേട്ടമുണ്ടാക്കിയപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസും ബി.ജെ.പിയും ഓരോ സീറ്റ് വീതം നേടി. മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി ജയിച്ചു. സിക്കിമിൽ 2 സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വയനാടിനു പുറമെ മഹാരാഷ്ട്രയിലെ നന്ദേഡിലാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയത്തിനൊപ്പം നന്ദേഡ് ബി.ജെ.പി സ്ഥാനാർത്ഥി ഡോക്ടർ സംതുത് റാവ് ഹംബ്രഡെ നേടി. ന്യൂസ് ഡെസ്ക്, അമൃത ടി.വി.